മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇതുവരെ എടുത്ത പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അതോ ഇപ്പോഴും പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണോ? നമ്മുടെ പോർഷൻ കഴിയാനായി കേട്ടോ. ഇനി ഒരു വീഡിയോ ക്ലാസ്സോട് കൂടി നമ്മളുടെ ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീരും. ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് അല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇലക്ട്രോളിസിസിനെ കുറിച്ചാണ്. ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തോട് കൂടിയിട്ട് ഇലക്ട്രോളിസിസിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ ആ വേർഡ് നിരന്തരം കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇലക്ട്രോളിസിസ്? ഇറ്റ് ഈസ് ദ ഡീകമ്പോസിഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ബൈ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോളിസിസിന്റെ മലയാളം എന്താ? വൈദ്യുത വിശ്ലേഷണം എന്ന് വെച്ചു കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുക. ഏതിലൂടെ? ഒരു ഇലക്ട്രോലൈറ്റിലൂടെ. അങ്ങനെ കടത്തിവിടുമ്പോ ആ ഇലക്ട്രോലൈറ്റിൽ സംഭവിക്കുന്ന ഡീകമ്പോസിഷനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇലക്ട്രോളിസിസ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ എൻ ഇലക്ട്രോളിറ്റിക് സെല്ല്. നമുക്കറിയാം, ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലില് രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ട്. ഒരു ആനോഡ്, ഒരു കാഥോഡ്. ആനോഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡാണ്. കാഥോഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡാണ്. And there is an electrolyte, and by the passage of electricity, the anions present in the electrolyte goes towards the anode and the cations move towards the cathode. കാഥോഡില് റിഡക്ഷൻ സംഭവിക്കുന്നു, ആനോഡില് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലെ? ഈ ഇലക്ട്രോളിസിസ് എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷനില്. അതായത് ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്കൊരു മെറ്റലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ്. പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇലക്ട്രോ പ്ലേറ്റിംഗിലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ ഒരു ഇലക്ട്രോളിസിസ് എന്ന കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പഠിക്കുന്നത് അതൊന്നും അറിയണ്ടേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസിന് തന്നെ രണ്ട് വശങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇലക്ട്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തെല്ലാം, ആ പ്രോഡക്റ്റുകൾ എവിടെയെല്ലാമാണ് ഉണ്ടാവുന്നത്, ആനോഡിൽ എന്തുണ്ടാവുന്നു, കാഥോഡിൽ എന്തുണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ട്രോഡിലും ഉണ്ടാക്കുന്ന എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ്, അതിനെ കുറിച്ചിട്ട് ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിക്കുകയാണ്. അതായത് ഇത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലൂടെ പഠിക്കുന്നത് കേട്ടോ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസ് നമുക്ക് ആദ്യം പറഞ്ഞു തന്ന ഒരു മഹാനായ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ ഫാരഡേ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന്റെ രണ്ട് ലോസ് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്? അപ്പൊ എല്ലാവരും ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫാരഡേസ് ഫസ്റ്റ് ലോ: ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് or liberated at an electrode is directly proportional to the quantity of electricity passed through the electrolyte. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ആനുപാതികമായിട്ട് ഓരോ ഇലക്ട്രോഡുകളിലും നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നു. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണോ ഇലക്ട്രോലൈറ്റിലേക്ക് സപ്ലൈ ചെയ്തത് അതിനാനുപാതികമായിട്ടുള്ള സബ്സ്റ്റൻസ് ഇലക്ട്രോഡുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ ഈ ഇലക്ട്രോഡുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് the amount of a substance liberated or deposited, which is represented by W, is directly proportional to the quantity of electricity passed through the electrolyte. അപ്പൊ ശ്രദ്ധിക്കുക, W is directly proportional to Q. W എന്ന് പറയുന്നത് it is the amount of the substance liberated or deposited. Q എന്ന് പറയുന്നത് it is the quantity of electricity or the electric charge.
ഇനി പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ഇടണമല്ലോ. ആൻഡ് ഹിയർ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് Z. That is W is equal to Z into Q, and Z is known as the electrochemical equivalent. ഇനി നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. The charge എന്ന് പറയുന്നത് charge is equal to current into time. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ചാർജ് എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയെങ്കിൽ ക്യൂവിനെ നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ? Q is get replaced by IT, and finally we will get W is equal to Z into IT. And these two equations are equally important. W is equal to Z into IT, or W is equal to Z into Q. Remember, Q is equal to I into T. I എന്ന് പറയുന്നത് കറന്റ് ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ ഈക്വാലന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? When the current is of 1 ampere and when we pass this current for 1 second, then the amount of the substance deposited or liberated will be equal to the Z. So how can we define Z? Electrochemical equivalent is defined as the amount of the substance liberated or deposited at each electrode when a current of 1 ampere is passed through the electrolyte for 1 second. ഒരു ആംപിയർ കറന്റ് ഒരു സെക്കൻഡ് നേരം ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എത്രയാണോ, ദാറ്റ് ഈസ് ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ്. ഓക്കെ, അപ്പൊ W is equal to Z എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരും. എപ്പോഴാണ്? when the current is 1 ampere and T is 1 second. Zന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിലെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ആ സ്പീഷീസ് മാറുന്നതിനനുസരിച്ച് മാറും. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ. ഫാരഡേസ് ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കൂ. How much quantity of electricity is needed to reduce 1 mole of silver plus ion? ഒരു മോള് സിൽവർ പ്ലസ് അയോണിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നത്? അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇലക്ട്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. And the quantity of electricity required for the oxidation and the reduction that actually depends upon the stoichiometry of the electrode reaction. ഇലക്ട്രോഡ് റിയാക്ഷന്റെ സ്റ്റോയിഷ്യോമെട്രി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള റിയാക്ഷനിലൂടെയാണ്. ഇപ്പോ സോഡിയം ആണെങ്കിൽ Na+ it receives 1 electron and get reduced to sodium atom. ഇപ്പൊ കാൽഷ്യം it gains 2 electrons and get reduced to calcium atom. അതുപോലെ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാനും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാനും ഒക്കെ. അതാണ് ഈ സ്റ്റോയിഷ്യോമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റോയിഷ്യോമെട്രിയിലൂടെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. Ag plus 1 electron gives Ag. Ag എന്ന് പറഞ്ഞ സിൽവർ. ഇവിടെ ഈ ഒരു സിൽവർ അയോണിന് ഒരു ഇലക്ട്രോണിന് വേണ്ടി വന്നു ഒരു സിൽവർ ആറ്റം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ, അല്ലെ? Ag+ gains 1 electron and get reduced to silver. അങ്ങനെയാണെങ്കിൽ 1 mole of electron is needed for the reduction of 1 mole of silver plus ion. ഒരു മോള് ഇലക്ട്രോൺ ആവശ്യമുണ്ട് ഒരു മോള് സിൽവർ അയോണിനെ റെഡ്യൂസ് ചെയ്യാൻ. അതായത് അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് വേണം 1 മോൾ സിൽവർ ആറ്റം ആ ഒരു ഇലക്ട്രോഡില് ഡെപ്പോസിറ്റ് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ്, നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു 1 മോൾ ഓഫ് ഇലക്ട്രോൺ ഈസ് റിക്വയർഡ്. എന്തിന്? ഫോർ ദി റിഡക്ഷൻ ഓഫ് 1 mole Ag+ ion.
Okay. Now, what is the charge of one electron? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, it is 1.602 into 10 raised to minus 19 coulomb. അങ്ങനെയാണെങ്കിൽ what will be the charge of 1 mole of electron? എന്തായിരിക്കും? What is the charge of 1 mole electron? എങ്ങനെ കിട്ടും? 1.602 into 10 raised to minus 19 into Avogadro number, that is 6.022 into 10 raised to 23. Okay, and on solving this we will get an answer 96,487 coulomb per mole. And 96,487 എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 96,500 കൂളോം പെർ മോൾ ആയിട്ട് എടുക്കുന്നു. ഈ വാല്യൂ കണ്ടു പരിചയം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ? 96,500 കൂളോം പെർ മോൾ എന്ന് പറയുന്നതാണ് 1 ഫാരഡേ. 1 ഫാരഡേ. This quantity of electricity is required for the reduction of 1 mole of silver plus ion. അപ്പൊ quantity of electricity ഇവിടെ കിട്ടിയില്ലേ? What is the amount of electricity that is to be supplied for the reduction of 1 mole of silver plus ion? This is 96,500 coulomb per mole. നമ്മളിപ്പോ ഫാരഡേസ് ഫസ്റ്റ് ലോ പഠിച്ചല്ലോ. അതിലൂടെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുവോ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓരോ ഇലക്ട്രോഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ദ ചാർജ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 0.09 gram of aluminium during the electrolysis of aluminium chloride. അലുമിനിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് അലുമിനിയം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു? ഇവിടെ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 0.09 gram ഓഫ് അലുമിനിയം കിട്ടണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇവിടെ ആവശ്യമായി വരുന്നത്? അപ്പോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് സിൽവറിന്റെ കേസ് അല്ലെ? അപ്പൊ നമ്മളിവിടെ ഈ ഒരു റിയാക്ഷൻ എഴുതണം. അതായത് ഇലക്ട്രോഡ് റിയാക്ഷൻ എഴുതിയാലല്ലേ നമുക്ക് കൃത്യമായിട്ട് ആ കണക്ക് കിട്ടുക. അപ്പൊ അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അലുമിനിയം എക്സിസ്റ്റ് ചെയ്യുന്നത് +3 സ്റ്റേറ്റിലാണ് അല്ലെ? അലുമിനിയം ഇറ്റ് gains 3 electron and converted to aluminium or get reduced to aluminium. അപ്പൊ നമുക്ക് മനസ്സിലായി in this electrode reaction 3 electron is required to reduce 1 Al+3. അപ്പൊ മോളിന്റെ രീതിയിൽ എടുക്കുമ്പോ 3 mole electron is required for the reduction of 1 mole of aluminium +3 ion. ആ ഒരു കൺസെപ്റ്റ് അറിയണം കേട്ടോ. 3 mole electron is required for the reduction of reduction of 1 mole Al+3. ഒരെണ്ണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു നോക്കൂ. പിന്നെ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് തന്നെ തോന്നും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കിട്ടിയല്ലോ. ഓക്കെ, അപ്പോ 3 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ഫാരഡേ എന്നാണ് അർത്ഥം. അതായത് ഒരു മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 ഫാരഡേ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫാരഡേ ആയിരിക്കില്ലേ? ഇപ്പൊ 2 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഫാരഡേ ആയിരിക്കുമല്ലോ. ആണ്. അപ്പോ അതൊരു ഐഡിയ വേണം. ഇനി ഇവിടെ നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? 0.09 gram ഓഫ് അലുമിനിയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോ ഈ ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ അനുസരിച്ച് എത്ര ഗ്രാം അലുമിനിയം ഉണ്ടാവുന്നു എന്ന് ആദ്യം അറിയണ്ടേ? അപ്പൊ നമ്മൾക്ക് ഈ ഒരു റിയാക്ഷനിലൂടെ കിട്ടും. അലുമിനിയം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 27. അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലായി
27 gram aluminium is deposited by passing 3 Faraday current. ശരിയല്ലേ? 27 gram അലൂമിനിയം ആണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് 3 ഫാരഡേ കറണ്ട് പാസ് ചെയ്തപ്പോ. അങ്ങനെയാണെങ്കിൽ 1 gram അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര കറണ്ട് ഇവിടെ വേണം? അപ്പോ 3F ഡിവൈഡഡ് ബൈ 27. ഇനി ഇത് തന്നെ ഒന്നും കൂടി ചെയ്യാലോ. 3 into 96,500 ഡിവൈഡഡ് ബൈ 27 കൂളോംബ് ചെയ്തൂടെ? ഇനി 0.09 ഗ്രാം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? 0.09 ഗ്രാം അലൂമിനിയം കിട്ടാൻ എന്ത് ചെയ്യണം? 3 into 96,500 ഡിവൈഡഡ് ബൈ 27 into 0.09 ചെയ്തു നോക്കുക. എത്ര തന്നോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? അവരിവിടെ ഏത് വാല്യൂ തന്നാലും നമ്മൾ ഈ മെത്തേഡൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങള് ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. 3 മോൾ ഇലക്ട്രോൺ വേണം 1 മോൾ അലുമിനിയത്തിനെ റെഡ്യൂസ് ചെയ്യാൻ. ഈ ഒരു ഇക്വേഷൻ നിന്ന് കിട്ടുന്നതാണ് 3 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫാരഡേ ആണ് എന്നുള്ളത് ഓർക്കുക. ഇതൊന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ മാറും. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം, വേറെ മോഡല്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പൊ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് നിങ്ങൾക്ക് തറോ ആവും. ഓക്കെ, എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 10 minutes വിത്ത് എ കറന്റ് ഓഫ് 1.5 ആംപിയർ. വാട്ട് ഈസ് ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? ഇവിടുത്തെ ചോദ്യം എന്താണ് മക്കളെ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ 1.5 ആംപിയർ കറണ്ട് ഒരു 10 മിനിറ്റോളം കടത്തിവിട്ടപ്പോ അവിടെ ഉണ്ടായ കോപ്പറിന്റെ അളവ് എത്ര കോപ്പറാണ് ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തത്? ഇതാണ് ചോദ്യം അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. എന്നാലാണ് ആ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് എത്ര മാസ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്? അതിനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ഇവിടെ? 1.5 ആംപിയർ കറണ്ട് എന്നും 10 minutes എന്നും അല്ലെ? എന്താണ് അതിന്റെ വഴി? നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. വി നോ Q is equal to IT. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാനാണത് അല്ലെ? I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.5 ആംപിയർ ആൻഡ് ടൈം T is equal to 10 minutes. മിനിറ്റിന് എന്താക്കണം നമ്മള്? സെക്കൻഡ് ആക്കണം. അപ്പോ 10 into 60. ഇനിയിപ്പോ അവിടെ അവർ ആണ് തന്നിരുന്നെങ്കിലോ എന്താ ചെയ്യാ? 10 into 60 into 60 ചെയ്യാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1.5 into 60 into 10 എന്ന് പറഞ്ഞാൽ 600 ആണ്. ഇത് 900 കൂളോംബ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് Q കിട്ടി കേട്ടോ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഇത്ര എമൗണ്ട് ഓഫ് കറണ്ട് വേണം കോപ്പർ എന്ന് പറഞ്ഞ ആ ഒരു ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? ഇലക്ട്രോഡ് റിയാക്ഷൻ അറിയണ്ടേ? കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷനില് കോപ്പർ എക്സിസ്റ്റ് ആസ് കോപ്പർ +2 അയോൺ ആൻഡ് ഇറ്റ് ഗെയിൻസ് 2 ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു കോപ്പർ. അറ്റോമിക് മാസ് ഓഫ് കോപ്പർ is equal to 63.5. അപ്പൊ നമ്മൾ ഇതിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 2 മോൾ ഇലക്ട്രോൺ വേണ്ടി വന്നു. 2 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാരഡേ ആണല്ലോ. അപ്പോൾ 2 ഫാരഡേ കറന്റ്, ദാറ്റ് മീൻസ് 2 into 96,500 കൂളോംബ് ഇലക്ട്രിസിറ്റി ഈസ് റിക്വയർഡ് to deposit 63.5 gram copper. അങ്ങനെയാണെങ്കിൽ 1 കൂളോംബിലൂടെ നമുക്ക് എന്ത് കിട്ടും? 63.5 ഡിവൈഡഡ് ബൈ 2 into 96,500 gram copper. ഓക്കെ, ഇനി 1 കൂളോംബിലൂടെ ഇത് കിട്ടി. നമ്മുടെ ചോദ്യം ഇത്ര കൂളോംബ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 900 കൂളോംബ് പാസ് ചെയ്യുമ്പോ
എത്ര കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ യൂണിറ്ററി മെത്തേഡ് ആണത് അല്ലെ. 1 കൂളോമ്പിന് ഇത്ര കിട്ടി. അങ്ങനെയെങ്കിൽ 900 കൂളോമ്പിന് എന്ത് കിട്ടും? 63.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96,500 ഇൻറ്റു 900 ഗ്രാം കോപ്പർ. സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കൂ കേട്ടോ. അപ്പൊ നേരത്തെ ചോദ്യവും ഇപ്പോഴത്തെ ചോദ്യവും വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് കണ്ടും ചെയ്തും തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഈ രണ്ട് രീതിയിലൂടെ നമുക്ക് ചോദ്യം വരും. ക്ലിയർ ആയല്ലോ? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ് ടു റെഡ്യൂസ് 1 മോൾ ഡൈക്രോമേറ്റ് അയോൺ? വളരെ ഈസിയാണ്. വേഗം ഉത്തരം പറയൂ. നോക്കുക, എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 6 ഫാരഡേ. That means 6 Faraday current is required for the reduction of 1 mole of dichromate ion. അപ്പൊ ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. അതിന്റെ ഉത്തരവ് അതിന്റെ താഴെ ഇങ്ങനെ എഴുതി പോവുക. ഇനി MnO4 മൈനസ് Mn+2 ആയിട്ട് മാറുന്നു. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എത്ര ആവശ്യമുണ്ട്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ തലറിഞ്ഞ് വീഴൊന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ പഠിച്ചിട്ടില്ലേ? ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോ MnO4 മൈനസ് നമുക്ക് മാംഗനീസിന്റെ ആണ് അറിയേണ്ടത് അല്ലെ. മാംഗനീസ് ആണ് ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുള്ളത്. അപ്പൊ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഈ ഒരു അയോണിക് സ്പീഷീസിൽ എത്രയാണെന്ന് ആദ്യം അറിയണം. അപ്പൊ അത് X എന്ന് കൊടുക്കുക. പ്ലസ് 4 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇവിടെ മൈനസ് ചാർജ് ഉള്ളത് ഇക്വേറ്റ് ചെയ്തു -1 ആയിട്ട്. ഓക്കെ, അപ്പോ x-8 എന്ന് പറയുന്നത് is equal to -1. x is equal to -1 plus 8 is equal to +7. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു MnO4 മൈനസില് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണെന്ന്. +7ൽ നിന്ന് +2ലേക്കാണ് പോയത്. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. റിഡക്ഷൻ നടന്നു. എത്ര ഇലക്ട്രോൺ ആണ് അവിടെ റിഡക്ഷന് വേണ്ടി ഉപയോഗിച്ചത്? 5 ഇലക്ട്രോൺ. അപ്പൊ നമുക്കിനി എത്ര ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി എന്ന് പറയൂടെ? എന്താ വരിക? ഇറ്റ് ഈസ് 5 ഫാരഡേ. അപ്പോ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണു എല്ലാവരുടെയും. ഇനി നമ്മൾ ഫസ്റ്റ് ലോവേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. സെക്കൻഡ് ലോ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇനി എന്താണ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? When the same quantity of electricity is passed through different electrolytes, the mass of the substance deposited or liberated are proportional to their equivalent mass. ഒരേ അളവില് ഇലക്ട്രിസിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോലൈറ്റിലൂടെ കടത്തിവിടുമ്പോ ഓരോ ഇലക്ട്രോഡുകളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് അവരുടെ ഈക്വാലന്റ് മാസിനോട് തുല്യമായിരിക്കും. ഇതാണ് സെക്കൻഡ് ലോയിലൂടെ പറയുന്നത്. ഈക്വാലന്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വാലന്റ് മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ ബേസ് എത്ര ഹൈഡ്രോക്സിൽ അയോണിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനനുസരിച്ചിരിക്കും എക്സ്. ഇനിയിപ്പോ ഒരു ആസിഡ് ആണെങ്കിൽ അതിൽ എത്ര പ്രോട്ടോണിനെ കൊടുക്കാൻ സാധിക്കുന്നു അതിനനുസരിച്ചായിരിക്കും എക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് രണ്ടുമല്ല, ഇലക്ട്രോണുകളെ ബേസ് ചെയ്തിട്ട് അതിന്റെ വാലൻസി വെച്ചിട്ട് നമുക്ക് എക്സിന് നമ്പർ കൊടുക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിഡക്ഷന് പങ്കെടുത്തു അതിനനുസരിച്ച് നമുക്ക് എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. അപ്പോ പല രീതിയിലൂടെയും ഇക്വാലന്റ് മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വാലന്റ് മാസ് ഇസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ എക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഒരു എ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസിന്റെ മാസ് ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിന്റെ മാസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ദർ ഈക്വാലന്റ് മാസസ്. അതായത് മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഈക്വാലന്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഈക്വാലന്റ് മാസ് ഓഫ് ബി. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു റിലേഷൻ ആണ് W1 ഡിവൈഡഡ് ബൈ W2 ഇസ് ഈക്വൽ ടു E1 ബൈ E2. E എന്ന് പറയുന്നത് ഇവിടെ ഈക്വാലന്റ് മാസ് ആണ്. അപ്പോ ഇതോടുകൂടി നമ്മളുടെ ഫാരഡേയുടെ 2 ലോകളും അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോ ലോസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരുപോലെ ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഇൻ വേരിയസ് ഇലക്ട്രോളിറ്റിക് റിയാക്ഷൻസ്. അതായത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് കിട്ടുന്നത്, റിയാക്ഷൻ എന്താണ്? അപ്പൊ മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രോളിറ്റിക് സെല്ല് വേണം, 2 ഇലക്ട്രോഡുകൾ വേണം. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്. ഓൺ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി the sodium ion move towards the cathode and chloride ion move towards the anode, and at anode oxidation takes place and at cathode reduction takes place. ഞാൻ വിശദമായിട്ട് ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊന്നും മനസ്സിലാക്കുക ആ വീഡിയോ കണ്ടിട്ട്. ഓക്കെ, അപ്പോ ആനോഡില് ഓക്സിഡേഷൻ നടക്കുന്നു. ക്ലോറൈഡ് അയോൺ ആണെന്ന് ഞാൻ പറഞ്ഞു ആനോഡിൽ പോകുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ബൈ ലൂസിംഗ് 2 ഇലക്ട്രോൺ ആൻഡ് ഫോം ക്ലോറിൻ ഗ്യാസ്. ദാറ്റ് മീൻസ് ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ്. ആൻഡ് അറ്റ് കാഥോഡ് സോഡിയം അയോൺ എന്ന് പറയുന്നത് ദാറ്റ് ഗെയിൻസ് 2 ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ആസ് സോഡിയം ആറ്റം. ആൻഡ് വാട്ട് ഇസ് ദ നെറ്റ് റിയാക്ഷൻ ദർ? 2Na plus 2Cl minus gives 2Na plus Cl2. This reaction is very important. ഇത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ കേസിലാണെന്ന് പ്രത്യേകം ഓർക്കുക, എടുത്തു ചോദിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഏതാ? ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആസ് വെൽ ആസ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ സോഡിയം ഗെറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ് ആൻഡ് ദ ക്ലോറിൻ ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് അറ്റ് ദി ആനോഡ്. എന്നാൽ ഇവിടെ പ്രോഡക്റ്റുകളിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പൊ അതെന്താണെന്ന് ഒന്ന് നോക്കുക. When electricity is passed through aqueous sodium chloride solution, chlorine gas is liberated at anode. നമ്മൾ നേരത്തെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ കണ്ട പോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് വിൽ ബി ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഇവിടെ സോഡിയം അല്ല വരുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതിന് കാരണമുണ്ട്, ഡ്യൂ ടു ദ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇലക്ട്രോലൈറ്റില് വാട്ടറും ഉണ്ടാവും സോഡിയം ക്ലോറൈഡും ഉണ്ടാവും അല്ലേ? അപ്പൊ വാട്ടറിലുള്ള H+ അയോൺസും ഉണ്ടാവും, സോഡിയം ക്ലോറൈഡിലുള്ള Na+ അയോണുകളും ഉണ്ടാവും കാറ്റയോണുകളായിട്ട്. അപ്പൊ ഇവരില് ആരാണ് ആദ്യം റെഡ്യൂസ് ചെയ്യുന്നത്? ആ ആളാണ് കാഥോഡിൽ പോയിട്ടിരിക്കുക അല്ലെ? അപ്പോ റിഡക്ഷൻ ആർക്കാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്? നമ്മൾക്ക് അറിയാം, സോഡിയം അയോൺ ഇറ്റ് ഗെയിൻസ് 1 ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് റെഡ്യൂസ് ടു സോഡിയം. Hydrogen ion it gain 1 electron and reduce to half hydrogen. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയത്തിൻ്റെത് ഇറ്റ് ഈസ് -2.71. ഈ സീറോ വാല്യൂസ് ഫോർ ഡിഫറെന്റ് ഇലക്ട്രോഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അവിടെ സോഡിയത്തിൻ്റെത് -2.71 വോൾട്ടും ഹൈഡ്രജന്റേത് 0.00 വോൾട്ടും ആണ്. അപ്പൊ ഇതിൽ ഏതിനാ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത്? സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ആണ് അല്ലെ? അപ്പോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് റിഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് എവിടെ ലിബറേറ്റ് ചെയ്യുന്നത്? കാഥോഡില് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോ SRP വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് കേട്ടോ. H+ എന്ന് പറയുന്നത് ഡൊണേറ്റ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണല്ലോ. അപ്പോ വാട്ടർ ആണ് 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അത് ഹാഫ് ഹൈഡ്രജനും OH- അയണും ആയിട്ട് ആവുന്നത്. ഇതാണ് കാഥോഡിലുള്ള റിയാക്ഷൻ. അപ്പോ വാട്ട് ഇസ് എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ,
ഇനി ആനോഡിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയും ഈ പറഞ്ഞ പോലെ ക്ലോറൈഡ് അയോൺ ഉണ്ടാവും, ഹൈഡ്രോക്സിൽ അയോണും ഉണ്ടാവും അല്ലെ. അപ്പോ ആരാണ് ഇതിലെ കേമൻ എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്ലോറൈഡ് അയോണിന്റെ കേസിൽ ആ ക്ലോറൈഡ് ഇലക്ട്രോഡിന് അതിന്റെ E0 സെൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.36 വോൾട്ട് ആൻഡ് ഓക്സിജന്റേത് ഇറ്റ് ഈസ് 1.23 വോൾട്ട്. അപ്പോ ഇങ്ങനെയാവുമ്പോ ഇതിൽ ഏതിനാണ് SRP വാല്യൂ കുറവ്? നമുക്ക് പറയാം 1.23. ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ലെസ് SRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ SOP ആണ്, അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോ ഇതിൽ ആദ്യം ആരാണ് പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്തു പോവാൻ താല്പര്യം കാണിക്കുന്ന ആള്? ഇവിടെ ഓക്സിജൻ ആണ് അല്ലെ, ഓക്സിജൻ ഗ്യാസ് ആണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഓക്സിജൻ ഒരു കാരണവശാലും ഇവിടെ ആനോഡില് ലിബറേറ്റ് ചെയ്യപ്പെടില്ല. അപ്പൊ ചോദിക്കും എന്താണ് കാരണം? ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ. നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റില് ഇലക്ട്രോഡിന്റെ അടുത്ത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അയോണുകൾ വരുമ്പോ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു അല്ലെ. നമ്മൾ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വഴിയല്ലേ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഈ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതും എല്ലാം കൂടിയാവുമ്പോ ഒരു ഓവർ പൊട്ടൻഷ്യൽ അവിടെ സംഭവിക്കും. അതുകൊണ്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരിക്കലും ആനോഡില് ലിബറേറ്റ് ചെയ്യില്ല. പകരം ആരാണ് ആനോഡില് ലിബറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്ലോറിൻ ഗ്യാസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ ഉള്ളതുകൊണ്ട് ആനോഡിൽ ഒരിക്കലും ഓക്സിജൻ വന്ന് ലിബറേറ്റ് ചെയ്യില്ല. അതൊന്നും ഓർത്തു വയ്ക്കുക. അപ്പോ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ? H2O പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2 പ്ലസ് OH. അതുപോലെ തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ? ക്ലോറൈഡ് അയോൺ ഗീവ്സ് ഹാഫ് Cl2 പ്ലസ് 1 ഇലക്ട്രോൺ എന്നുള്ളത്. അപ്പൊ നെറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? ഒന്ന് എഴുതി നോക്കാം. ഇതൊന്നും ഞാൻ മാറ്റട്ടെ. എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. നമ്മൾക്ക് എക്സാമിന് വേണ്ടത് നെറ്റ് റിയാക്ഷൻ ആണ്. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മളെടുത്ത് ചോദിക്കാം നെറ്റ് റിയാക്ഷൻ എന്താണ്? അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എക്സാമിന് ഇത് എഴുതി വെച്ചാൽ മതി. സോഡിയം ക്ലോറൈഡ് when it dissolves in water get dissociate into Na plus and Cl minus. പിന്നെ നമുക്കറിയാം അവിടെ H+ ഉണ്ട്, OH- അയോണുകളും ഉണ്ട് എന്നുള്ളത്. അവിടെ സംഭവിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. കാഥോഡിൽ നടക്കുന്നത് വാട്ടർ ഇറ്റ് ഗെയിൻസ് 1 ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് റെഡ്യൂസ് ടു ഹാഫ് H2 ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. ആനോഡില് ക്ലോറൈഡ് അയോൺ ഇറ്റ് ലൂസസ് 1 ഇലക്ട്രോൺ ആൻഡ് ഫോംസ് ഹാഫ് ക്ലോറിൻ. ആൻഡ് വാട്ട് ഇസ് ദ നെറ്റ് റിയാക്ഷൻ ദെൻ? എല്ലാം കൂടി കൂട്ടുക, അതായത് റിയാക്ടൻ സൈഡ് കംപ്ലീറ്റ് കൂട്ടുക, പ്രോഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് കൂട്ടുക. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും ഈ 1 ഇലക്ട്രോണും ഈ ഇലക്ട്രോണും ക്യാൻസൽ ചെയ്തു, ക്ലോറൈഡ് അയോണും ക്യാൻസൽ ചെയ്തു. ദെൻ വി ഗോട്ട് ദ നെറ്റ് റിയാക്ഷൻ ആസ് NaCl plus H2O gives Na plus plus OH minus plus half H2 plus half Cl2. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഈ അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ നേച്ചർ എന്താണ്? അത് ആൽക്കലൈൻ ആണോ അതല്ലെങ്കിൽ അസിഡിക് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് നിസ്സംശയം പറയാം എന്താണ്? aqueous sodium chloride solution is alkaline in nature. Why is it said to be alkaline? നമുക്കറിയാം ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ ഇറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോ ബേസിക് നേച്ചർ കൂടുന്നു. പഠിച്ചിട്ടില്ലേ? അപ്പോ ഇത് ആൽക്കലൈൻ നേച്ചർ ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ ദിസ് സൊല്യൂഷൻ. ഓക്കെ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെയും അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെയും പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് വൺ ആണ് ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ്. നമുക്കറിയാം ഒരു ഇലക്ട്രോളിറ്റിക് സെൽ ആവശ്യമുണ്ട് ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ. ആൻഡ് വി നീഡ് 2 ഇലക്ട്രോഡ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്തിട്ടുള്ളത് കോപ്പറിന്റെ തന്നെയാണ്. പ്രത്യേകത ഒരെണ്ണം ഇംപ്യൂർ കോപ്പറും മറ്റൊന്ന് പ്യുവർ കോപ്പറും ആണെന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഇവിടെ ഇംപ്യൂർ കോപ്പർ ആയിട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ആനോഡ്. പ്യുവർ കോപ്പർ ആയിട്ട് എടുത്തിട്ടുള്ള ഇലക്ട്രോഡാണ് ഇവിടുത്തെ കാഥോഡ്. ആനോഡില് ഓക്സിഡേഷൻ നടക്കും, കാഥോഡില് റിഡക്ഷൻ നടക്കും. അപ്പോ കാഥോഡിലാകട്ടെ എങ്ങനെയാ സംഭവിക്കുന്നത്?
കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ദിസ് കോപ്പർ സൾഫേറ്റിൽ കോപ്പർ അയോണുകൾ ഉണ്ടാവുമല്ലോ. ഈ കോപ്പർ അയോൺ എന്ന് പറയുന്നത് ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കണ്ടേ ഒരാള്. ആ കൊടുക്കുന്ന ആളാണ് ഇവിടുത്തെ കോപ്പർ. ഏത്? ആനോഡിലുള്ള കോപ്പർ. ഈ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യും ഇവിടെയുള്ള കോപ്പർ +2 അയോൺ ആൻഡ് ഇറ്റ് ഗെറ്റ് റെഡ്യൂസ് ടു കോപ്പർ. അപ്പോ എത്ര കോപ്പർ അയോൺ ആണോ ഇവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള കോപ്പർ എന്ന് പറയുന്നത് ഈ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും ബൈ ലൂസിങ് ഇലക്ട്രോൺ അല്ലെ. അപ്പൊ എത്ര മാത്രം കോപ്പർ അയോൺസ് ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നുവോ അത്രയ്ക്ക് തന്നെയുള്ള കോപ്പർ ഈ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഈ ഇലക്ട്രോളിസിസ് ഒരു അനിമേഷൻ രൂപേണ കണ്ടു കഴിഞ്ഞാൽ ഈ ഇംപ്യൂർ കോപ്പർ എന്ന് പറയുന്നതിന്റെ ആ ഒരു വിഡ്ത്ത് കുറഞ്ഞു വരും. കാരണം കോപ്പർ കംപ്ലീറ്റ് ഈ സൊല്യൂഷനിലേക്ക് പോകും ആൻഡ് പ്യുവർ കോപ്പർ എന്ന് പറഞ്ഞ ഭാഗം കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് വരും. മനസ്സിലായോ? ഉള്ള കോപ്പർ, നല്ല കോപ്പറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. കോപ്പറിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് ഇത്. അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ കാഥോഡിലുള്ള റിയാക്ഷനും ആനോഡിൽ നടക്കുന്നതും. അപ്പോ ആനോഡിൽ നടക്കുമ്പോൾ ഇതിൽ എന്താ മനസ്സിലാവുന്നത്? ഇഫ് കോപ്പർ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ്, കോപ്പർ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. Copper is deposited at the cathode and the same amount of copper dissolves in solution from the anode. ആനോഡിൽ നിന്ന് കോപ്പർ സൾഫേറ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും രീതിയിൽ വല്ല ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഇങ്ങനെ കിടക്കും. ആൻഡ് ദിസ് ഇസ് സെഡ് ടു ബി ദ ആനോഡ് മഡ്. ഇതൊക്കെ നമ്മൾ പഠിക്കും ഇനിയും. ആനോഡ് മഡ് മനസ്സിലാക്കി വെക്കണം, നല്ലതല്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡും അക്വസ് സോൾട്ട് സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസും ആണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.